ഹായ്. ഇന്നലെ മണി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പെൻഷനെല്ലാം വാങ്ങി ഷാപ്പാടടിച്ചിട്ട് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് പറയുന്നത്. എന്ത് വില കുറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണത്. ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ അത് സമ്മതിക്കാന്നുള്ളതാണ്. ഒരു UDF തരംഗം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉള്ള വില കൂടി കളയാതിരിക്കുക. ഈ പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് എല്ലാ സർക്കാരും ചെയ്യുന്നതാണ്. പെൻഷൻ കൂട്ടുന്നത് പല സർക്കാരും ചെയ്യുന്നതാണ്. ഓക്കെ, ഇടതുപക്ഷം കുറച്ചധികം ആയിട്ട് ഇപ്പൊ കൂട്ടുന്നുണ്ടെന്നുള്ള കറക്റ്റാണ്. പക്ഷെ ഈ പെൻഷൻ കൊടുക്കാന്ന് പറയുന്നത് മണിയുടെ തറവാട് സ്വത്ത് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താണ് സർക്കാരിന്റെ അല്ല മറ്റു മന്ത്രിമാരുടെയോ തറവാട് സ്വത്ത് വിറ്റിട്ടൊന്നും കൊടുക്കുന്നതല്ല. അത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിനങ്ങനെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വില കുറഞ്ഞ ന്യായീകരണങ്ങൾ കാണിച്ച് തോൽവിയെ ഏറ്റെടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനു മുൻപ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തോൽവി ഏറ്റപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പൊതിച്ചോറ് കൊടുത്ത കൈക്ക് തിരിച്ചു കുത്തി. അതായത് പൊതിച്ചോറ് കൊടുത്തതിന് നന്ദി കാണിച്ചില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ എടുത്തു പറഞ്ഞ് അതിനെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ എന്തിനാണ് നന്മ ചെയ്യുന്നത് ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ജനങ്ങൾക്ക് നന്മ ചെയ്യാന്ന് പറയുന്നത് അവര് ഓക്കെ നമ്മൾക്ക് വോട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം വേണം. എന്ന് വെച്ച് തോൽവി ഉണ്ടാകുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉള്ള വില കൂടി കളയാതിരിക്കുക. ഇതിനു മുൻപും ഇങ്ങനെ ഈ പൊതിച്ചോറിന് സംഭവം വന്നതിന് ശേഷമാണ് ഇന്നലെ ഈ ഒരു മണി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ തോറ്റു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞു, ഓക്കെ. അത് എന്നിട്ടും നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾക്ക് റെക്ടിഫൈ ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതുപോലുള്ള വളരെ തരംതാണ കമന്റുകൾ ഇട്ടുകൊണ്ടോ സ്റ്റേറ്റ്മെന്റുകൾ ഇട്ടുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും ശരിയാവില്ല. സോ അതൊരു വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ.